90കളിൽ നായകന്മാർക്ക് എടുത്തെറിയുന്നതിനും കഴുത്തിൽ പിടിച്ചു പൊക്കുന്നതിനും പരിഹസിക്കുന്നതിനും ഒക്കെ മാത്രമായി കാസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു നടനുണ്ടായിരുന്നു. കൊടക്കമ്പിയെന്നും നീർക്കോലിയെന്നും ഒക്കെയുള്ള പേരുകളും അദ്ദേഹത്തിൻ്റെ രൂപവും കാണുമ്പോൾ തിയേറ്റർ ആർത്തിച്ചിരിച്ചിരുന്നു. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും പരിഹാസം ഏറ്റുവാങ്ങാൻ കഴിയുന്നത്? അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് ഇത് കാണുമ്പോൾ സങ്കടമാവില്ലേ? നിഷ്കളങ്കമായ ആ ചിരി കാണുമ്പോൾ പലപ്പോഴും സഹതാപവും തോന്നിയിരുന്നു. പിന്നീട് അറിഞ്ഞു, സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം 4ാം ക്ലാസ്സിൽ പഠിപ്പ് മുടക്കേണ്ടി വന്ന ആ പാവം മനുഷ്യൻ തിരശ്ശീലയിൽ മാത്രമല്ല ജീവിതത്തിലും നടന്നത് പരിഹാസത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ കനൽ വഴികളിലൂടെയായിരുന്നു എന്ന്. പക്ഷേ അന്ന് കളിയാക്കിയവരാരും ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ കനലിൽ ഊതിക്കാച്ചിയെടുക്കുന്നത് അഭിനയ കലയുടെ ഒരു ഇന്ദ്രജാലത്തിനെയാണെന്ന്. ശ്രീ ഇന്ദ്രൻസ് പിന്നീട് സംസ്ഥാന അവാർഡ്, നാഷണൽ അവാർഡ്, ഇതാ ഇപ്പോൾ തമിഴിൽ സറ്റിൽ ആക്ടിങ്ങിൻ്റെ സൂക്ഷ്മഭാവങ്ങളിലൂടെ പ്രേക്ഷകരെ അമ്പരപ്പിക്കുകയാണ് ആ നടൻ. വളർച്ചയുടെ ഉയരങ്ങളിലെത്തിയിട്ടും ഇന്നും കൈവിടാത്ത ആ വിനയത്തിന് കളിയാക്കിയവരെ കൊണ്ട്